ഹലോ, സ്കൂളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിൽ പുതിയ ട്യൂഷൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 6 തൊട്ട് 10 വരെയുള്ള CBSE ക്ലാസ്സുകളിലേക്കാണ് ട്യൂഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ കോവിഡ് നമുക്കറിയാം ഒരുപാട് ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോംസ് നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം സ്കൂളിൽ നിങ്ങൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫീസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിലും 6 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള ഫീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് സ്കൂളിൽ അതിന്റെ ഫീസ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആ കാര്യത്തിലും നിങ്ങൾക്കൊരു ആശങ്കയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്റ്റഡീസും നിങ്ങൾ കൊണ്ടുപോകുന്നത്. കൃത്യമായിട്ടുള്ള റിവിഷൻസ്, കൃത്യമായിട്ടുള്ള എക്സാം പാറ്റേൺസ്. ഇപ്പോൾ ഈ റീസെന്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം സ്ട്രക്ചറിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് MCQs, ലോങ് ആൻസേഴ്സ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഇതിലേക്കെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ തന്നെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ട്യൂഷൻസ് നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഓരോ സബ്ജക്റ്റ് വീക്ക് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പോർഷൻസിൽ നമുക്ക് കൂടുതലായിട്ട് ചില വീക്ക് ഏരിയാസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെ ഓരോ സ്റ്റുഡൻസിനെയും മെന്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ആ രീതിയിലാണ് സ്കൂളിൽ ഓരോ സെഷൻസും അതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് സെഷൻസ് ആണ്. അപ്പൊ ലൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഡൗട്ടുകൾ വരുമ്പോഴും നമുക്ക് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത പോർഷൻ പഠിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടും വെച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരില്ല. കൃത്യമായിട്ടുള്ള ഡൗട്ടുകളെല്ലാം തന്നെ നമ്മൾ ഈ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പോവാം. നമുക്ക് ഒരുപാട് PYQകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ആൻസർ ചെയ്യും. കൃത്യമായിട്ടുള്ള എക്സാം പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓരോ വീക്ക് കഴിയുമ്പോൾ നമ്മൾ എക്സാംസ്, എല്ലാ സബ്ജക്റ്റിന്റെയും നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഓരോ വീക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ വീക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, റിവൈസ് ചെയ്യാണ് എക്സാമിലൂടെ. അപ്പോൾ ആ ഒരു വീക്ക് മൊത്തം നമ്മൾ സക്സസ്ഫുൾ ആയി, ആ പഠിച്ചതെല്ലാം തന്നെ നമുക്ക് സക്സസ്ഫുൾ ആയി എന്ന് നമുക്ക് പറയാം. ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരിലെല്ലാം തന്നെ ഓരോ വീക്ക് ഏരിയാസ് ഉണ്ടാവും. അപ്പൊ ആ വീക്ക് ഏരിയാസ് നമുക്ക് ഇത്തരത്തിലുള്ള എക്സാംസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതെല്ലാം തന്നെ അറിഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. സ്കൂളിൽ യൂട്യൂബ് ചാനൽ ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം തന്നെ സ്കൂളിലേക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ക്ലാസ്സസ് നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ക്ലാസ്സസ് എല്ലാം തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ലൈവ് സെഷൻസിന്റെ അത്രയില്ല. കുറച്ച് എന്തായിരിക്കും അതിലെല്ലാ പോയിന്റ്സ് നമ്മൾ ഈ യൂട്യൂബ് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നില്ല. അപ്പൊ ഈ ലൈവ് സെഷൻസ് ആകുമ്പോൾ നമ്മൾ എല്ലാ പോയിന്റ്സും എല്ലാ ടോപ്പിക്സും എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്തിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കറന്റ് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ എന്താ, നിങ്ങളുടെ പഠിപ്പുമായിട്ട് നിങ്ങളുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരു ഇയർ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആനുവൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിന് ആ ക്വസ്റ്റ്യൻ പേപ്പർ നേരിടാനായിട്ടുള്ള രീതിയിൽ എല്ലാ തരത്തിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്കൂളിൽ പാകപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ്, കൃത്യമായിട്ടുള്ള എക്സാംസ്, പാരന്റ്സ് മീറ്റിംഗ്സ് എല്ലാം തന്നെ സ്കൂളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും സ്കൂളിലേക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് ഒരിക്കലും തോന്നില്ല. ജോയിൻ ചെയ്താൽ മാത്രം മതിയോ, പോരാ. ഞങ്ങളെല്ലാ മെമ്പേഴ്സും നിങ്ങളുടെ പഠനത്തിൽ അത്രയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളും അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും എന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, സ്കൂളിന്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള എക്സാംസ് നടത്തുമ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പോർഷൻസ് ആണ് പഠിക്കാത്തത് ഒന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ എക്സാംസ് നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളെല്ലാം തന്നെ ഉണ്ട്. ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ യാതൊരു തരത്തിലുള്ള അകലങ്ങളും ഇവിടെ സ്കൂളിലില്ല. ഈ സ്കൂളിലെ എല്ലാ സബ്ജക്റ്റിന്റെയും ട്യൂഷൻസും നല്ല രീതിയിലുള്ള ട്യൂഷൻസ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് കഴിയും. ഇപ്പൊ സോഷ്യൽ സയൻസിന്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് സോഷ്യൽ സയൻസ് ഈസിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാന്ന് പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. സോഷ്യൽ സയൻസ് ബുദ്ധിമുട്ടാവുന്നത് എപ്പോഴാ, നമുക്ക് അതിൽ ഒരുപാട് ഇയറുകൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അത് എല്ലാം തന്നെ നമുക്ക് കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സാം എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് ഓരോ ഇവന്റ്സും ഓരോ ഇയറും നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാം പഠിച്ചു പോകണോ, വേണ്ട. നമുക്ക് ഓരോ സബ്ജക്റ്റിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യാനായിട്ട് സോഷ്യൽ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അത് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് തോന്നുന്നത്. സോഷ്യൽ സയൻസിൽ തന്നെ നമുക്ക് ടെക്സ്റ്റ്, ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. അപ്പോൾ കുറെ പഠിക്കാനുണ്ട് അല്ലേ സോഷ്യൽ സയൻസിലെ. ഇപ്പൊ ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 6ഓളം ചാപ്റ്റർ വരുന്നുണ്ട്. ഇന്ത്യ, സൈറ്റ്സ് ആൻഡ് ലൊക്കേഷൻ, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരു 6 ചാപ്റ്ററോളം നമുക്ക് വരുന്നുണ്ട്. ക്ലൈമറ്റ് ഒക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. ചാപ്റ്റർ 1 ആണെന്നുണ്ടെങ്കിലും ഒരുപാട് നമുക്കിപ്പോ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. ഒരുപാട് മാപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നല്ല മാർക്കിന് മാപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇത് നമ്മളെല്ലാം പഠിച്ചു പോകുമ്പോൾ, ഓരോ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോഴും നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാപ്പിൽ എന്താണോ റെലവെന്റ് ആയിട്ട് വരാൻ പോകുന്നത് ഓരോ ചാപ്റ്ററിലും, അതും നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിലും എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമോ, ഇല്ല. പിന്നെ ഹിസ്റ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയിലെ ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, നാസിസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിലും നമുക്കൊരു വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് NCERT-യിലുള്ളത്. ഇതെല്ലാം തന്നെ എളുപ്പമാണ്. വൈഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം എളുപ്പമാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇതിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് മാപ്പ് വെച്ചിട്ട് നമ്മൾ പഠിക്കുക. നമ്മൾ ഇന്ന സംഭവം കഴിഞ്ഞു, ഇനി അടുത്തത് ഇതാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഒരു എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആണ്. എക്കണോമിക്സിന്റെ കാര്യം വരികയാണെങ്കിൽ 4 ചാപ്റ്റർ ഉള്ളൂ. ചാപ്റ്റർ 4 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിലുള്ളത് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. പോവർട്ടി, ഫുഡ് സെക്യൂരിറ്റി, നമുക്കിപ്പോ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ലെവൽ PSC എക്സാംസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററുകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. ഇതിൽ നിന്നെല്ലാമാണ് ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. NCERT ആണ് ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ തന്നെ എല്ലാം തന്നെ ബേസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതെല്ലാം പഠിക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമൊന്നല്ല അല്ലെ. നമുക്കത് ഭാവിയിലേക്ക് ഉപകാരമുള്ള ചാപ്റ്ററുകളാണ് ഇതെല്ലാം തന്നെ. പോവർട്ടി ആയാലും ഫുഡ് സെക്യൂരിറ്റി ആയാലും പീപ്പിൾ ആസ് റിസോഴ്സസ് ആണെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം തന്നെ എളുപ്പമാണ്. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്, നിങ്ങളെന്നെ സഹായിക്കാൻ നല്ലൊരു മെന്റർ ഉണ്ട്, നല്ലൊരു ടീച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം 6 ചാപ്റ്റർ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, ഇലക്ട്രൽ പൊളിറ്റിക്സ് വരുന്നുണ്ട്, വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, ഡെമോക്രാറ്റിക് റൈറ്റുകൾ വരുന്നുണ്ട്, ഡെമോക്രസി വരുന്നുണ്ട്. 6 ചാപ്റ്റർ ഉണ്ട്. ആ 6 ചാപ്റ്ററും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാ. പക്ഷെ അങ്ങനെയല്ല. ഇതെല്ലാം നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഇപ്പൊ എലക്ഷൻസ് ആയാലും നമ്മുടെ വീട്ടിൽ നിന്ന് ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓരോ ലീഡേഴ്സ് നമ്മളതിനെ വോട്ടിന് വേണ്ടിയിട്ട് സമീപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ എല്ലാം തിയറി എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് എളുപ്പമാണ്. ഡെമോക്രാറ്റിക് റൈറ്റുകൾ, ഫണ്ടമെന്റൽ റൈറ്റുകൾ നമ്മൾ പഠിക്കും, ഡെമോക്രസി നമ്മൾ പഠിക്കും. ഇതെല്ലാം നമ്മുടെ ചുറ്റും നടക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. സോ ഇതിലൊന്നും ഒരു ടെൻഷന്റെ ആവശ്യമില്ല. പക്ഷെ എന്ത് വേണം, നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാംസിന് നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ആ പേപ്പർ അറ്റൻഡ് ചെയ്ത് പോവാനായിട്ട് കഴിയും.
സ്കൂളിലെ ക്ലാസ്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും, സോഷ്യൽ സയൻസ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ തന്നെ ഓവറോൾ ആയിട്ട് നിങ്ങൾ ആ എക്സാമിന് വേണ്ടിയിട്ട് എക്സാം എങ്ങനെയാണോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആ രീതിയിൽ നിങ്ങൾ അതിനെ മാറ്റിയെടുക്കാനായിട്ട് സ്കൂളിൽ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. നല്ലൊരു ടീം ഉണ്ട് ഞങ്ങൾക്ക്. എല്ലാ സബ്ജക്റ്റിനായാലും എല്ലാ രീതിയിലും മെന്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും നിങ്ങളെ സഹായിക്കാൻ നല്ലൊരു ടീം ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാം. ഫീസിന്റെ കാര്യമാണ് പേടിയെന്നുണ്ടെങ്കിൽ അതും പേടിക്കേണ്ടതായിട്ടില്ല. സാധാ നമുക്ക് നമ്മുടെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ട്യൂഷൻസ്, ഇപ്പൊ ഓൺലൈൻ ട്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഫീസുകളൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവില്ലേ. പക്ഷെ സ്കൂളിൽ ഒരിക്കലും അങ്ങനെയല്ല. സ്കൂളിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിയുടെ ഫീസ് അറിയുമ്പോൾ ഓ ഇത്രയും കുറവായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും. ബേസിക് ആയിട്ടുള്ള ഇപ്പോ ക്ലാസ്സസ് ഒന്നും ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടില്ല, സ്കൂളുകളൊന്നും തുറന്നിട്ടില്ല. സോ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് കഴിയും. എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്കപ്പോൾ ലൈവ് സെഷൻസിലൂടെ കാണാം. താങ്ക്